ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്കൊരു സ്നാക്സ് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നുള്ളത് നോക്കാം. അത് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ എടുക്കാം കേട്ടോ. ഇതിലേതെങ്കിലും ഒന്ന് എടുക്കുക. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറി വന്നാൽ ചോപ്പ് ചെയ്ത് വെച്ചാൽ വല്യുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു വല്യുള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു വല്യുള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് പുഴുങ്ങിയെടുത്ത പൊട്ടാറ്റോ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു 2 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുഴുങ്ങിയെടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൊട്ടാറ്റോ അതായത് ഉള്ളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതായത് ഈ ഒരു സ്നാക്സ് എത്രത്തോളം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു അതിനനുസരിച്ച് ഇവിടെ പൊട്ടാറ്റോ ഉള്ളിയൊക്കെ എടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് എരിവിനായിട്ടുള്ള കുരുമുളക് പൊടി പിന്നെ ഒരു മാഗി മസാലയുടെ ഒരു പാക്ക് അതും ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുക്കാം. ഈ ഒരു ടൈമിൽ ഉപ്പ് ആവശ്യമായിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് പാകാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു മസാലയൊക്കെ ആ ഒരു കിഴങ്ങ് അതായത് ആ ഒരു പൊട്ടാറ്റോയിലൊക്കെ നല്ലോണം പിടിക്കുന്ന രീതിയിൽ വേണമെന്ന് മിക്സാക്കി എടുക്കാനായിട്ട് കേട്ടോ. വേറെ ഇതിലേക്ക് എക്സ്ട്രാ പൊടികളോ മസാല ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത്ര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. മാഗി മസാലയും അതുപോലെ തന്നെ കുരുമുളക് പൊടി കേട്ടോ. ഇതിലേക്ക് ഒരു 2 സ്ലൈസ് ചീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മോസറല്ല ചീസാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ സാധാ സ്ലൈസ് ചീസാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയൊരു ചീസൊന്ന് മെൽറ്റാവുന്ന വരെ ഒന്നുകൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് ഒരു പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം കുഴമ്പ് രൂപത്തിലാവുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ടൈറ്റാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് നല്ലോണം ചൂടാറാനായിട്ട് വെക്കണം. നല്ലോണം തണുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. ഇനി ഒരു ബൗളിലേക്ക് ഒരു 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാനിവിടെ കോട്ടിങ്ങിനായിട്ട് എടുത്തിട്ടുള്ളത് ബ്രോസ്റ്റ് പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്തു കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആയാലും എടുക്കാം കേട്ടോ. അപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്കിത് ഓരോ ബോളും ഇതുപോലെ എടുത്തിട്ട് മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു ബ്രോസ്റ്റ് പൊടികളൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് കോട്ടിങ് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ആ ഒരു മുട്ടയുടെ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഓയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഉള്ളിൽ നല്ല മറ്റേ ആ ഒരു ചീസൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു ചീസിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സ്നാക്സ് റെസിപ്പിയും കൂടിയാണ്. പിന്നെ നിങ്ങൾക്ക് ഫില്ലിങ്ങിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടെ. അതിലേക്ക് എക്സ്ട്രാ ചിക്കനോ അല്ലാന്നുണ്ടെങ്കിൽ ബീഫൊക്കെ ആഡ് ചെയ്തിട്ടും അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചിക്കനൊന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താലും മതി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ട് റെസിപ്പീസിനൊക്കെ വേണ്ടി ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്